വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ യജ്ഞം അത് നമ്മുടെ കേരളത്തിൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശികളൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാധ്യമങ്ങൾ അത് വളരെ വലിയൊരു ഫോക്കസ് അതിന് കൊടുക്കാത്തതുകൊണ്ടാണ് ബംഗ്ലാദേശികളൊക്കെ ഒരുപാട് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പോരാത്ത തന്നെ ബംഗാളിൽ മമതാ ബാനർജി തെരുവിൽ ഇറങ്ങിയിട്ട് ഒരു വലിയ പ്രക്ഷോഭമൊക്കെ നയിക്കുന്നുണ്ട്. അതിനും വലിയ ഇതൊന്നും കിട്ടുന്നില്ല, വലിയ ഒരു എന്താ പറയാ വലിയ ഇത് കിട്ടുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഇതിന്റെ ഇടയിൽ വന്നല്ലോ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഇതിന്റെ ഇടയിൽ വന്നപ്പോൾ അത് ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും അത് എടുക്കുന്നത്, കേരളത്തിലെ മാധ്യമങ്ങൾ എസ്പെഷ്യലി നമ്മുടെ സുഡാപ്പി ചാനലൊക്കെയാണ് അത് പ്രധാനമായിട്ട് പൊക്കി പിടിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചർച്ചയാക്കുന്നില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഉത്തരേന്ത്യ മാധ്യമങ്ങളൊക്കെ അത് വളരെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയാലും ഇയാൾ പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ആയെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയൊരു നേതാവ് പറയുന്നത്. ഞാൻ പോലും അയാളെ ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന കണ്ടന്റ് ആണ്. ഇയാൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് ഫസ്റ്റ് ഓൺ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കയ്യിൽ അത് എത്തണം, ബാക്കിയുള്ളവർ എത്തുന്നതിന് മുമ്പ്, എന്നിട്ട് അത് നമുക്ക് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ വലിയൊരു നീക്കം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ബിജു ചേട്ടൻ, ഞാൻ അന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ഈ 2.5 കോടിയോ 2 കോടിയോ ഏകദേശം ബംഗ്ലാദേശികളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും? അതായത് ബംഗ്ലാദേശിലോട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് സ്വീകരിക്കില്ല. ഓൾറെഡി അവിടെയുള്ള മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് അയക്കേണ്ട, സ്വീകരിക്കില്ല. ഇവരെ ആ അതിർത്തിയിൽ കൊണ്ടിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ കിടന്നവര് പെറ്റു വരികത്തേ ഉള്ളൂ. അത് നമുക്ക് വീണ്ടും തലവേദനയായി മാറും. ഒരു ഹർജി ഇടയ്ക്ക് സുപ്രീം കോടതിയിൽ വന്നിരുന്നു. നരേന്ദ്രമോദി ഇവരെ എല്ലാം കൂടെ ബോട്ടിൽ കെട്ടി ആൻഡമാൻ നിക്കോബാറിൽ കൊണ്ടുപോയിട്ട് അവിടെ കടലിൽ കെട്ടി താക്കുകയാണെന്ന് പറഞ്ഞു. കോടതി അവനെ ഇങ്ങ് അടുത്ത് വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 25,000 രൂപ പിഴ അടിച്ചു കൊടുത്തു. നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങളല്ലേ, ഇത് കോടതി അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അവൻ. അപ്പൊ അങ്ങനെ ഇവൻ 25,000 രൂപ പിഴ അടിച്ചു കൊടുത്തു. അപ്പോ ബിജുചേട്ടൻ അന്ന് പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ്. അതായത് ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് വോട്ടില്ല. വോട്ടില്ലാത്തവനെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ തിരിഞ്ഞു നോക്കും. ഒരു വീട്ടിൽ തന്നെ ഒരു കൗൺസിലർ ഇലക്ഷന് ഒരാൾ വോട്ട് പിടിക്കാൻ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള വീട്ടിലാണല്ലോ ആദ്യം കയറുന്നത്. അവിടെ ഇത്ര വോട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആദ്യം അങ്ങോട്ട് കയറാം എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടാണ് ആദ്യം കയറുന്നത്. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ എടുത്ത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തിട്ടപ്പം മമതാ ബാനർജി പിന്നെ എന്തിനാ ഇവരുടെ അടുത്തേക്ക് പോകുന്നത്? ഇവർക്ക് വോട്ടില്ലല്ലോ. ഇവർക്ക് വോട്ട് ചെയ്യാനാണെങ്കിലല്ലേ ഇവർ സൂചിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവർക്ക് വോട്ടില്ല. പിന്നെ രണ്ടാമത് ഇവർക്ക് കൊടുക്കുന്ന സകല ആനുകൂല്യങ്ങൾ നിർത്തലാക്കും. കാരണം ഈ രാജ്യത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ, അത് മെഡിസിൻ ആയിക്കൊള്ളട്ടെ, റേഷൻ ആയിക്കൊള്ളട്ടെ, പിന്നെ മറ്റ് പല പദ്ധതികളും ആയിക്കൊള്ളട്ടെ, ഒന്നും തന്നെ ഇവർക്ക് കൊടുക്കില്ല. അതെല്ലാം എടുത്തു മാറ്റും. ഇപ്പൊ ഈ ആസാമിൽ വലിയ നീക്കം, ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാര്യം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. അറിയാലോ ദേവമാർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാനായിട്ട്. ഹിമന്ത ബിശ്വ ശർമ്മ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് അവസാനം തോക്ക് വരെ കൊടുത്തു ദേവമാർക്കിടയിൽ താമസിക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഇപ്പോ 1141 ബിഗാസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഇവന്മാർ എൻക്രോച്ച്മെന്റ് അവിടെ പൊളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വലിയ വാർത്തയാണ്. ആ എൻക്രോച്ച്മെന്റ് പൊളിച്ച ഇവന്മാരെല്ലാം അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശില് 6 ജില്ലകൾ ഇവർ കയ്യേറിയ ജില്ലകൾ. വിജയേട്ടൻ പറഞ്ഞ പോലെയാണ്, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് ഈ രാജ്യത്ത് ഒരു സ്ഥാനവുമില്ല. ഇവരാരും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഇവന്മാർക്ക് വന്ന വഴി തിരിച്ചു പോകാനേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത്. വന്ന വഴി ഇവർ തിരിച്ചു പോവുകയാണ്. ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതിഭീകരമായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു പോകാനായിട്ട്. ഈ തിരിച്ചു പോകാനായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചു പോകാനും പറ്റില്ല. സംഭവം എന്താണ്? വന്നപ്പോ കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ ആണല്ലോ വന്നത്, അല്ലാത്തവര് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത്. വന്നപ്പോ അൺനോൺ ടെറൈനൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഈ കാട്, മല, കുന്ന്, പിന്നെ അതിർത്തിയൊക്കെ തുറന്ന് മലന്ന് കിടക്കുകയായിരുന്നു. അങ്ങോട്ട് പോകാൻ നേരത്ത് നോക്കിയപ്പോ എല്ലാം വേലി കെട്ടി അടച്ച് അവിടെ BSF ജവാന്മാരൊക്കെ നിൽക്കുന്നു. ഞാൻ വന്നപ്പോ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എല്ലാം തുറന്ന് കിടക്കുകയായിരുന്നല്ലോ, തിരിച്ചിറങ്ങാൻ വയ്യ. കാരണം എല്ലാം കൃത്യമായിട്ട് വേലിയൊക്കെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ കാട് വഴി വല്ലതും ഇറങ്ങാനേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരിപ്പോ നിൽക്കുന്നത്. അപ്പോ ഇവരെല്ലാം കൂടെ കൂടും കുടുക്കി എടുത്ത് പോകുന്ന പല ദൃശ്യങ്ങളും ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പല ഇപ്പോ വരുന്നുണ്ട്. അവിടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം ഇപ്പോ പല പ്ലാറ്റ്ഫോമുകളിലും വരുന്ന ആയിട്ടുള്ള നമുക്ക് കാണാവുന്നുണ്ട്. നമ്മളത് ക്രോസ് ചെക്ക് ചെയ്തു. അപ്പൊ ഇത് അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ മൾട്ടിപ്പിൾ വീഡിയോസ് വൈറൽ ഓൺ SM ക്ലെയിമിംഗ് കാംഗലൂസ് റണ്ണിംഗ് ഫ്രം ബംഗാൾ ആഫ്റ്റർ SIR എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ സന്തോഷമുണ്ട്. രാജ്യം ശുദ്ധീകരിക്കപ്പെടുകയാണോ? എന്ത് തോന്നുന്നു? വലിയൊരു വാർത്തയാണ് വരുന്നത്. അതായത് ഇപ്പൊ ബംഗ്ലാദേശികളൊക്കെ ഇനി നമ്മളൊന്നും പറയണ്ട, കൂടും കിടക്കെ എടുത്തിട്ട് വിടാൻ പോവുക. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റു സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള ബംഗ്ലാദേശിലുണ്ട് പലയിടത്തും. ബിസിനസ്സുകളും മറ്റുമൊക്കെ കാണും. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. എന്തിന് ബിൽഡിംഗ് കോൺട്രാക്ടർമാരുണ്ടല്ലോ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ പൗരത്വ, അതായത് ഈ ആധാർ കാർഡ് മറ്റും ഇല്ലാതെ SIR-ൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളുടെ ഈ ഇതുപോലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ
ഫ്രീസ് ചെയ്യുകയാണ്. ഫ്രീസ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ കാലത്തേക്കും ഫ്രീസ് ചെയ്യുകയല്ല, അവർക്ക് അവിടെയും അവർക്ക് സാവകാശം കൊടുക്കും രേഖകൾ സബ്മിറ്റ് ചെയ്യാനും ഇത് പ്രൂവ് ചെയ്യിക്കാനും ഒക്കെ ഉള്ളത്. കാരണം വിദേശിയായിട്ട് ഒരാൾക്ക് ഇന്ത്യയിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതിന് സാധാരണ ഒരു ഇന്ത്യക്കാരൻ തുടങ്ങുന്ന പ്രൊസീജിയർ അല്ല. അപ്പോ അതിന് അദ്ദേഹം ഒരുപാട് രേഖകൾ വേറെ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഏതൊക്കെ രേഖ ഹാജരാക്കും? നിലവിൽ ഇപ്പോൾ ഒരു ആധാറിന്റെ സാധനങ്ങളും ഹാജരാക്കാൻ പറ്റാത്തവർ ഇതിലൊക്കെ എങ്ങനെ ഹാജരാക്കും? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളികൾക്ക് വേണ്ടി പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ആക്കും എന്ന് കൂടി ഇതിന്റെ ഒപ്പം കേൾക്കുന്നുണ്ട്. കാരണം ഈ ബംഗ്ലാദേശികൾ പലപ്പോഴും പൈസ ബാങ്കിൽ ഇടാതെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള പലരെയും കൊണ്ട് ഈ പണം അയക്കാറുണ്ട്. അത്തരത്തിൽ ഉള്ള ആളുകളുടെ അനധികൃതമായിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ അന്വേഷണം വരികയും ഇത് ഇന്ന ആളുകളുടെ പണം ഞങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ, കാരണം ഇതൊരു ബംഗ്ലാദേശിലേക്കല്ല ഈ പണം അയക്കുന്നത്, കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കേസാണ്. കേരളത്തിലുള്ള ബംഗാളികൾ പൊതുവെ ഈ ബംഗ്ലാദേശികൾ പൊതുവെ ഇവിടെ പറയുന്ന സാധനം ഞങ്ങൾ ആസാമികളാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ ഈ ആസാമിന്റെ വെസ്റ്റ് ബംഗാളിന്റെ ബോർഡറിലുള്ള അവരുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആണ് ഈ പണം അയച്ചു കൊടുക്കുന്നത്. ഈ പണം അവിടെ നിന്നാണ് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നത്, അല്ലാതെ ബംഗ്ലാദേശിലേക്ക് നേരിട്ട് ഇവർ പണം അയക്കാറില്ല. കാരണം അതിനുള്ള ബുദ്ധിയൊക്കെ അവർക്ക് പണ്ടേ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ട്രാൻസാക്ഷൻ ഇപ്പൊ എന്റെ അക്കൗണ്ട് വഴി ഇവിടുന്ന് കുറെ ബംഗ്ലാദേശികൾ ഫണ്ട് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായി ബാങ്ക് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ട്രാൻസാക്ഷൻസ് ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു മാസം എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എത്ര പണം ഇവർ പിൻവലിക്കുന്നുണ്ട്, അതായത് ATM വഴി എത്ര പണം പിൻവലിക്കുന്നുണ്ട്, മറ്റ് ഇടപാടുകൾ എത്ര ചെയ്യുന്നുണ്ട്, വളരെ സാഹൂതം അവർ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംശയം തോന്നുന്നതോ ഇല്ലെങ്കിൽ ആരെങ്കിലും തരത്തിൽ അതിനൊരു സൂചന ഈ ബന്ധപ്പെട്ട ഏജൻസിക്ക് നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെയും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആകുകയാണ്. അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലീഗൽ മൈഗ്രൻസിന് ഇല്ല, അതായത് ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക് കിട്ടില്ല എന്ന് സാരം. കുറഞ്ഞത് ലളിതമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം സാമ്പത്തികമില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല എങ്കിൽ പിന്നെ സ്വാഭാവികമായി ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നാട് വിടുക എന്നത് മാത്രമാണ്. അതാണ് ഇപ്പോൾ ധനുഷ് എന്നെ കാണിച്ചിരിക്കുന്നത് വിഷ്വലിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഇനി സമീപ സമയത്ത് തിരുവനന്തപുരവും ധനുഷ് നന്നായിട്ടറിയാം, എല്ലാ ജില്ലകളിലും ഉണ്ട്. അവിടങ്ങളിലുള്ള ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ വരുന്ന ഇടങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. പഴയതുപോലെ തിരക്കില്ല, പഴയതുപോലെ അവിടുന്ന് ട്രെയിനിനകത്ത് തിങ്ങി നിറഞ്ഞ് തിക്കി വിക്കി ഇവിടെ ആരും വരുന്നില്ല, തിക്കി വിക്കി പോകുന്നുണ്ട്, തിക്കി വിക്കി ഇങ്ങോട്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമ്മളത് വാച്ച് ചെയ്യണം. റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായാലും ധനുഷിന് അറിയാമല്ലോ, നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് അവിടെയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നടക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇന്ന് അവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു തങ്ങൾ സുരക്ഷിതരല്ല എന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ജെനുവിനായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ ഉണ്ട്, മറ്റുള്ളവർ തിരിച്ചു പോയിരിക്കുന്നു. ബംഗാളില് വലിയ ഒരു രസകരമായ കമന്റ് വന്നു, അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. ബീഹാറിൽ ഇപ്പൊ ഇലക്ഷന് പോളിംഗ് ശതമാനം കൂടിയാണല്ലോ, 1ാം ഘട്ട പോളിംഗ് നടന്നപ്പം. അപ്പോ ചില മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്, അത് യാഥാർത്ഥ്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഈ സംസ്ഥാനം വിട്ടുപോലുള്ള തദ്ദേശീയരുണ്ടല്ലോ, ഇപ്പൊ ബീഹാറികളൊക്കെ തന്നെ മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെ സെറ്റിൽ ചെയ്തു, അവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി തിരിച്ചു വന്നു. ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇവരെല്ലാം തിരിച്ചു വന്ന് അവിടെ സെറ്റിൽ ചെയ്തു. അതായത് ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾ ഈ നാട് വിട്ടു പോകത്തില്ല എന്ന് കരുതിയിട്ട് അവിടെ തന്നെ നിന്നു. അതാണ് ഈ വോട്ടിംഗ് ശതമാനം കൂടിയതെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ഇല്ല, ഒരുപാട് പേര് വിദേശങ്ങളിൽ സെറ്റിൽ ചെയ്തവരുണ്ട്, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ സെറ്റിൽ ചെയ്തവരുണ്ട്. അപ്പൊ അവരെല്ലാം വന്നിട്ട് പിന്നെ ഇവിടെ ഇത് ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് ശരിയായിരിക്കാം ഒരുപക്ഷെ, കാരണം വലിയ രീതിയിൽ തന്നെ ബീഹാറികളുമൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ. അപ്പൊ അത് വെച്ചിട്ടാണ് ബംഗ്ലാദേശിൽ മമതാ ബാനർജി പറഞ്ഞത് ഞങ്ങളുടെ ബംഗാളിൽ നിന്ന് പോയവരെല്ലാം തിരിച്ചു വരണം, 5000 രൂപ വെച്ച് തരാമെന്നുള്ള ഒരു കാര്യം. അതിനും അത്യാവശ്യം കുറച്ച് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല. കാരണം ബംഗാളിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. പക്ഷെ ബംഗ്ലാദേശികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല, അവരുടെ ഇപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഫ്രീസിങ്ങും കാര്യങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുന്നതെങ്കിൽ അവരെ പണിക്ക് വെക്കുന്ന ഒരു മുതലാളി, ഒരു കോൺട്രാക്ടർ ഒരിക്കലും ശമ്പളം കൊടുക്കാൻ അവർക്ക് തയ്യാറാകില്ല. ശമ്പളം കൊടുത്താലും ആ ശമ്പളം മേടിക്കുന്ന ബംഗ്ലാദേശിക്ക് അത് ഇവിടെ തന്നെ ചെലവഴിച്ച് കളയേണ്ടി വരും. അവന്റെ നാട്ടിലേക്ക് അത് അയച്ചു കൊടുക്കാനോ അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനോ കഴിയാത്തൊരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം ഇവിടെ നിന്ന് നാട് വിടുക എന്നുള്ളതാണ്. സ്വന്തം നാട്ടിൽ ആ പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല, അവിടെ കിടക്കാം എന്നൊരു ധാരണയിലേക്ക് അവർ നീങ്ങും.
ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. എല്ലാവരും തലചുണ്ടാക്കി ചോദിക്കുന്നു, ഈ 2 കോടി പേരെ എങ്ങനെ പുറത്താക്കും, അതിർത്തിയിലേക്ക് തള്ളിവിടുവോ, തള്ളിവിട്ടിട്ട് വെടിവെക്കുമോ എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അന്നും പറഞ്ഞു നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവർ ഓടിക്കോളും എന്ന് പറഞ്ഞു. ഇപ്പോഴതുകൊണ്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും നമുക്ക് പല സ്ഥലങ്ങളിലും പരിശോധിക്കാമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ പഴയതുപോലത്തെ ഉള്ള തിരക്കും തിരക്കുമില്ല. നമ്മുടെ ആളുകളാണെങ്കിലും ഇപ്പൊ ഈ ബംഗാളി വെക്കുന്ന ഒരു, അല്ലെങ്കിൽ ഭായിമാരെ വെക്കുന്ന ഒരു പണിയും ഇപ്പൊ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ പിന്നെ സ്വാഭാവികമായി തന്നെ ഇതെല്ലായിടത്തും അതിന്റെ ഒരു റേഷ്യോ കുറയും. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ തന്നെ ഇപ്പൊ മാൻ പവർ വളരെ കുറവാണല്ലോ. അവിടെ ഇപ്പൊ ഈ സിമെന്റ് കൂട്ടുന്നതായാലും മുകളോട്ട് ചുമന്നു കൊടുക്കുന്നതായാലും എല്ലാം ഇപ്പൊ മിഷനറിയിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് തൊഴിലാളികൾ മാത്രം മതി എന്നൊരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോ അതിന്റെ പുതിയ ടെക്നോളജികളൊക്കെ വരുമായിരിക്കും. ഏതായാലും ഈ ബംഗ്ലാദേശികൾക്ക് അവരുടെ ഒരു കുടിയേറ്റത്തിന് തടയുന്നു എന്ന് മാത്രമല്ല, ഇനി കുടിയേറ്റാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേലി കെട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങോട്ടേക്കാരും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം പഴയതുപോലല്ല, ഇവിടെങ്ങാനും വന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം പോകും എന്ന് മനസ്സിലാകുന്നത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം വേറെ ബെനിഫിറ്റുകളൊന്നും ഇല്ലാതെ മനസ്സിലാകുന്നത് കൊണ്ടും അവർ പോകും. പിന്നെ ആകെ അവരിപ്പം ചിലപ്പോൾ മോഷണത്തിനോ കൊലപാതകത്തിനോ കൊട്ടേഷൻ സംഘത്തിനോ എല്ലാം വന്നെങ്കിലേ ഉള്ളൂ. പിന്നെ വരാൻ സാധ്യതയുള്ള ആകെയുള്ള ടീമുകൾ ഭീകരവാദികളായിരിക്കും. ഒരുപക്ഷെ പിന്നെ ഇവിടെ ഉള്ള ബംഗ്ലാദേശികളെ ഒരുപക്ഷെ ഈ ഫുജി കണക്കുള്ള ബംഗ്ലാദേശ് ബേസ്ഡ് ആയിട്ടുള്ള ഭീകര സംഘടനക്കോ അല്ലെങ്കിൽ ലക്ഷറ തോയ്വുകൾക്കോ ഇവിടെ ഇനി വല്ല ചാവേറായിട്ടോ വല്ലോ ഒക്കെ ചെയ്യാൻ കഴിയും. കാരണം സിമ്പിൾ ആണത്. ഇവിടെയുള്ള ബംഗ്ലാദേശികളോട് പറയാ, പൊട്ടിത്തെറിക്കൂ, നിന്റെ ശമ്പളം ഞാൻ വീട്ടിൽ കൊടുക്കാം, ഞാനിപ്പോ നിൽക്കുന്നത് നിന്റെ വീടിന് അടുത്താണ്. കാരണം ബംഗ്ലാദേശിൽ നിന്നാണല്ലോ ഓർഡർ കൊടുക്കുന്നത്. അത് ചെയ്യാൻ കഴിയും. പൊട്ടിത്തെറിച്ചാലും കൂടെ 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ പക്ഷെ സാധ്യത ഉണ്ട്. ആ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അത് എത്ര പേര് തയ്യാറാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഏതായാലും കേരളത്തിൽ SIR നടപ്പാക്കില്ല എന്ന് പതിവ് പോലെ കേന്ദ്ര പദ്ധതികളെ സ്ഥിരമായി എതിർക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞു എങ്കിൽ പോലും SIR ഭംഗിയായി തന്നെ നടപ്പാക്കി നമ്മുടെയൊക്കെ വീടുകളിലായിട്ട് ഫോം എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അത് പൂരിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. കൊടുക്കണം, കൃത്യമായി തന്നെ കൊടുക്കണം. അത് വന്നിട്ടുണ്ട്. അതിനെതിരെ ആകെ ഒരു പ്രതിഷേധം SDP-യും സോളിഡാരിറ്റി മറ്റേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയും കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ചുപേരെ അണിനിരത്തി ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞ് മറ്റൊന്നുമില്ല. മറ്റൊരു വാർത്തയോട് ഞാൻ ഇന്നലെ കണ്ടു, എനിക്ക് അതിശയം തോന്നി. കോഴിക്കോട് ഇന്നലെ രാത്രിയിൽ പാലസ്തീൻ അനുകൂലമായ പ്രതിഷേധം നടത്താൻ ചിലർ വന്നു. പോലീസ് പറഞ്ഞു ഇതിന് അനുമതിയൊന്നുമില്ല, നടത്തി കഴിഞ്ഞപ്പോൾ ഒക്കെ അകത്തിടുന്നു. കേരളത്തിൽ ഇപ്പൊ അതും കൂടെ വന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇത്തവണ സുഡാപ്പീസ് എല്ലാം കൂടെ CPM വോട്ട് ചെയ്യുമോ എന്നൊരു സംശയം കൂടെ നിഴലിക്കുന്നുണ്ട്. ആ വോട്ട് കിട്ടത്തില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസം വന്നുകൊണ്ടായിരിക്കല്ലോ ഇന്നലെ. അപ്പൊ ഇന്നലെ അവരുടെ മീഡിയ ചാനൽ കാണിക്കുന്നുണ്ട്. ഈ മറ്റേ അവരുടെ പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തി അവർ നിൽക്കുന്ന കടപ്പുറത്ത് കുറെ കുട്ടികളൊക്കെ കൂടാണ്. പറഞ്ഞു ഇനി ഇവിടെ പാലസ്തീൻ പരിപാടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതെല്ലാം ഇവിടെ പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. മോളിൽ നിന്നുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. ഇങ്ങനെയും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതിന് വലിയ പ്രതിഷേധമൊന്നും SIR കേരളത്തിൽ കണ്ടില്ല. ആരും പ്രതിഷേധിക്കാനായിട്ട് കണ്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓടി നടക്കുന്നുണ്ട് ഈ വോട്ട് ചേർക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. വെറുതെ ഇങ്ങനെ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുമ്പ് ഈ ഭീകരവാദികളും മതമൗലികവാദികളും അവർക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക നായകരും ഒക്കെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാൽ പോലും ആയിരങ്ങൾ അതിനെ ഫോളോ ചെയ്യുകയും അതിന്റെ വഴികൾ തേടുകയും പിന്നെ റോഡിൽ ഇറങ്ങി നിന്ന് മറ്റേ ഇത് കിഞ്ചറ കൊട്ടി പാടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ ഒരുപാട് മാറി. ഒരുത്തനും തല വെക്കുമ്പോഴേ തന്നെ ഇവിടെ ഇരുന്ന് സാധാരണപ്പെട്ടവനും പറയാം അവനാണോ പറഞ്ഞത്, അവന് ഇതിന്റെ അപ്പുറതേ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. മുമ്പ് ഞാൻ UP ചെന്നപ്പോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഞാൻ ചോദിച്ചു അവരുടെ ചോദിച്ചു ഈ ഗുണ്ടാരാജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പുറകിൽ ഒരു നിഴല് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് യോഗിയാണ്, എല്ലാവരുടെയും പുറകിൽ ഒരു നിഴലുണ്ട് എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ ഒരു പക്ഷെ കുറഞ്ഞ പക്ഷം കേരളത്തിൽ അടക്കം ഇന്ത്യയിലടക്കമുള്ള ബംഗ്ലാദേശികളുടെ പിന്നിൽ ഒരു നിഴലുണ്ട്. അത് അമിത്ഷായും മോദിയും ഒക്കെ ഉള്ള ഒരു നിഴലാണ്. ആ നിഴലിനെ അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ആ നിഴലുണ്ടെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട്, സുഡാപ്പികൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. അതാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ. അതാണ്.